രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടും ബി ജെ പിയിൽ തമ്മിൽ തല്ല് അവസാനിക്കുന്നില്ല. ഇന്നലെയും തുടരുകയാണ്. അത് നേതൃത്വ യോഗവുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും പങ്കെടുപ്പിച്ചില്ല, ക്ഷണിച്ചിട്ടില്ലെന്നാണ് പുതിയ വിവാദം. അപ്പോൾ ബി ജെ പിക്ക് ഒരു മാറ്റവുമില്ലേ? ഇല്ല, ഭയങ്കര മാറ്റം വന്നിട്ടുണ്ടല്ലോ. ഒന്ന് പഴയ തമ്മിൽ താലില്ല. ഇപ്പോൾ പണ്ട് ഭയങ്കര വോക്കലായിരുന്നു. പണ്ട് എനിക്ക് തോന്നുന്നുണ്ട് KJP എന്നൊക്കെ പറഞ്ഞിട്ട് ഒഫീഷ്യൽ ലീഡർഷിപ്പിന് അതിശക്തമായിട്ട് നമ്മളനുകൂലമായിട്ടെന്ന് പറഞ്ഞ് നമ്മളോടൊന്ന് ഉപദേശിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ തമ്മിൽ തല്ല് താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മുമ്പ് BJP വളരെ വോക്കലായിരുന്നു കേട്ടത്. വലിയ ഡയലോഗ് അടിക്കാനും കാര്യമായിട്ട് പണിയൊന്നും അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. എക്സെപ്റ്റ് അണ്ടർ മുരളീധരൻ അണ്ടറിൽ പണിയും നടന്നിരുന്നു, ഡയലോഗും ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കിയെല്ലാം ഡയലോഗാണ്. BJPയിലെ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ നിങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം അലറൽ വീരന്മാരാണ്. പണിയൊന്നുമില്ല, അലറൽ നടത്തുന്ന ആളാണ്. അപ്പോൾ അതിൽ അങ്ങനെ അല്ലാത്ത കുറേ ചുരുക്കം ആളുകളായിരുന്നു. അപ്പോൾ ഇപ്പോൾ പണിയെടുത്ത് തുടങ്ങിയതിൻ്റെ ഒരു പ്രശ്നമാണ്. പണിയെടുത്ത് തുടങ്ങിയതാണ് ഇപ്പം. അതെനിക്ക് ഇത് തന്നെ. ഞാൻ സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂർ മത്സരിച്ചപ്പോൾ ഞാൻ സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ BJPക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നോട് രഹസ്യമായും പരസ്യമായിട്ടും സുരേഷ് ഗോപി തോക്കും എന്ന് പറഞ്ഞത്. അപ്പം അന്ന് ഞാൻ കണ്ട അവിടുത്തെ ഒരു പ്രവർത്തനമുണ്ട്. അത് ഈ ആളുകൾ പണിയെടുക്കുന്നുണ്ടായിരുന്നു. പലരും എന്നെ വിളിച്ചത് പണിയൊന്നും എടുക്കുന്നില്ല സാർ. നമുക്ക് വേറെ ചില ലിങ്ക്സ് ഉണ്ടല്ലോ, അത് വിളിച്ചു നോക്കും BJPക്കാർ കൃത്യമായി RSSകാർ പണിയെടുക്കുന്നുണ്ട്. പിന്നെ പെണ്ണുങ്ങൾക്ക് സുരേഷ് ഗോപിനോടുള്ള ആഗ്രഹം നെഗറ്റീവായി കാണുന്നത് ഇൻ ദ സെൻസ് താല്പര്യം, MBA കാണാനുള്ള ഒരു താല്പര്യം. പിന്നെ ഇങ്ങേരെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ടാർഗറ്റ് ചെയ്തപ്പോൾ ആ കിരീടം കൊടുത്ത കാര്യത്തിലൊക്കെ അത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ അങ്ങനെ പോസിറ്റീവായി. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നപ്പോൾ നമ്മളത് പറഞ്ഞത്. അന്നവിടെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു, നല്ല എഫക്റ്റീവായിട്ട് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം വർക്ക് നടക്കുന്നുണ്ട്, അത് വോക്കലല്ലെന്നേ ഉള്ളൂ. അനുവാനിനൊക്കെ കാര്യമായിട്ടുള്ള പണിയില്ല. പിന്നെ സുരേഷ് ഉണ്ടല്ലോ തിരുവനന്തപുരത്തെ, സുരേഷ് ഏത് ലീഡർഷിപ്പ് വന്നാലും ലീഡർഷിപ്പിന് കൊടുക്കുന്ന ആളാണ്. അങ്ങനെയാണല്ലോ ഒരു നേതാവ് ചെയ്യേണ്ടത്. സുരേഷ് നന്നായി പണിയെടുക്കുന്നുണ്ട്. സുരേഷ് നന്നായി പണിയെടുക്കാൻ അറിയുന്ന ഒരാളാണ്. കാരണം ഈ ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിൽ മുരളീധരൻ ഇത്ര വോട്ടിട്ടുന്നതിന് പിന്നെ സുരേഷിൻ്റെ വലിയൊരു പ്രവർത്തനമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുടെ കോർ ടീമിൽ ഇപ്പോൾ ഉള്ള സുരേഷ്, അനൂപ് ആന്റണി, പിന്നെ PC ജോർജിനെ മനോഹരൻ എനിക്ക് വലിയ ധാരണയില്ല. എന്നാൽ അനൂപ് വളരെ സ്ട്രാറ്റജൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇയാൾ കൂടെ ഉണ്ട് സുരേഷ്. അപ്പോൾ ആ രീതി പ്രവർത്തനം നടക്കുന്നുണ്ട്. പിന്നെ എല്ലാ മീറ്റിങ്ങിനും എല്ലാവരും വിളിക്കേണ്ട ആവശ്യമുണ്ട്. കുറേയൊക്കെ നിങ്ങൾ പണിയില്ലാത്ത പത്രക്കാരുണ്ടാക്കുന്നതാണ്. എന്തെങ്കിലും അഭിപ്രായമൊക്കെ നമ്മളെ വിളിച്ചില്ലല്ലോ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മീറ്റിംഗ് ഒന്നല്ല ഇത്. അവർ ഒഫീഷ്യൽ ലീഡർഷിപ്പ് പറയുന്ന പോലെ ഇത് ജില്ല കൃത്യമായി ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം ഒരു കോർപ്പറേറ്റ് മുതലാളി കൂടിയാണ്. അപ്പോൾ കോർപ്പറേറ്റുകളുടെ സ്വഭാവം കൃത്യമായിട്ട് മന്ത്ലി മീറ്റിംഗ് ഉണ്ട്, അതിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കണം. ആ രീതിയിലുള്ള മീറ്റിംഗ് ആയിരിക്കും അവിടെ നടന്നത്. അത് നിങ്ങൾ പത്രക്കാരും നടത്താറുന്നത് തൃശ്ശൂരും അല്ലേ സ്ഥലം. അപ്പം എന്നിട്ട് അങ്ങോട്ട് മുരളീധരൻ്റെ ആളുകളോട് ചോദിച്ചു, സുരേന്ദ്രൻ്റെ ആളുകളോട് ചോദിച്ചു, അവരൊന്നും ഞങ്ങളാവുന്നില്ല. പിന്നെ അതിൻ്റെ പോലെ നിങ്ങൾ ന്യൂസ് ഉണ്ടാക്കുന്നത്, അതിന് വലിയ പ്രശ്നം BJP ഇവരൊന്നും അതിൽ പരിധി കൂടുതൽ കിടന്ന് പിടക്കുകയില്ല. അത് മനസ്സിലാക്കി. അല്ല, അങ്ങനെ സുരേന്ദ്രനെ എല്ലാം ഒഴിവാക്കി കൃഷ്ണദാസ് പക്ഷത്തെ കൂടുതൽ തങ്ങളോട് അടുപ്പിക്കുന്നു എന്നാണ് ഈ വിമർശനം പലരും ഉന്നയിക്കുന്നത്. അങ്ങനെയല്ലാന്ന് അവർക്ക് തന്നെ അറിയാം. ആരെയും ഒഴിവാക്കുന്നൊന്നുമില്ല, എല്ലാവരെയും പ്രയോജനപ്പെടുത്തണം എന്നുള്ള സ്ഥാനമാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ മുതലാളിയല്ലേ ബേസിക്കലി. ഒരു മുതലാളി, നല്ലൊരു മുതലാളി എപ്പോഴത് ഉള്ള റിസോഴ്സസിനെ എവിടെ ഉപയോഗിക്കണമെന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ അദാനിനെ കണ്ടുപിടി. അദാനി ഇത്രയും വ്യവസായം തുടങ്ങി എങ്ങനെ വെച്ചാൽ ഓരോരോ വ്യവസായം തുടങ്ങുമ്പോൾ അതിൻ്റെയൊക്കെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ആവശ്യമില്ലാത്ത എന്തെങ്കിലും സാധനം ഉണ്ടാവും. അത് പിന്നെ ഉപയോഗപ്പെടുത്തി അങ്ങനെ വേറെ ബിസിനസ്, അങ്ങനെ അടുത്ത് സിമെൻറ്റ് ഫാക്ടറി തുടങ്ങി. അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് ഈ നേതാക്കന്മാർക്ക് സുരേന്ദ്രൻ നല്ലൊരു ഡിബേറ്ററാണ്. അതുപോലെ ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ ഇന്നുള്ള ഏറ്റവും നല്ല ഡെമഗോഗാണ്. ജനക്കൂട്ടത്തെ ഇളക്കി വാങ്ങിക്കാൻ ശേഷിയുള്ള നേതാവാണ്. അപ്പോൾ അവരൊക്കെ ആ രീതിയിലാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ മുരളീധരൻ മികച്ച സംഘാടകനാണ്, കേന്ദ്രമന്ത്രിയാണ്, കേന്ദ്രമന്ത്രി ലൈസണുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ രീതിയിൽ ഉപയോഗിക്കും. അങ്ങനെ ഓരോരുത്തരും അവരുടെ കഴിവ് മനസ്സിലാക്കി ഉപയോഗിക്കുന്ന ശേഷിയുള്ള ഒരാളാണ് രാജീവ്. ഈ കഴിഞ്ഞൊരു 4-5 മാസമായി കാണും, ഒരു 3-4 മാസമായി രാജീവ് ചുമതലയായിട്ട് എടുത്തിട്ട് ഈ ഇത്രയും മാസത്തെ പ്രവർത്തനം എങ്ങനെ വിലയിരുത്തുന്നുണ്ട്? നല്ല പ്രവർത്തനമല്ലേ, ഒച്ചപ്പാടൊന്നും ആയാട്ടൊന്നുമില്ല, എന്നാൽ കൃത്യമായി പണിയെടുക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷെ നാം ആ മുന്നേറ്റം നിലമ്പൂരിൽ കണ്ടിട്ടില്ല. നിലമ്പൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ലേ? നിങ്ങളെല്ലാം കൂടെ നിർബന്ധിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി ചെയ്തല്ലേ ആദ്യം നിർത്തിയത്. രാജീവിന് ഒരു താല്പര്യമില്ലേ? അത് ഇവിടെയുള്ള പണ്ടത്തെ ശീലം വെച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെല്ലാം മത്സരിച്ചില്ല, ഭയങ്കര മോശമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രഷർ വരുത്തിയിട്ടുണ്ട്. അവന് ആ കേന്ദ്ര ലീഡർഷിപ്പിനെ ഉണ്ടാവുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയത്. രാജീവിന് താല്പര്യമില്ലായിരുന്നു. രാജീവ് കാര്യമായിട്ട് എടുത്തിട്ടില്ല. റിസൾട്ട് ഉണ്ടാവുന്ന സ്ഥലത്ത് റിസൾട്ടിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ
അതിനിടയ്ക്ക് ഉണ്ടാകുന്ന എന്താ പറയുക ശല്യങ്ങൾ നമ്മൾ പിന്നെ എന്താണ് അഡ്രസ്സ് ചെയ്യാൻ പാടില്ല. ഒരു സക്സസ്ഫുൾ ബിസിനസ് തന്നെ എപ്പോഴും അങ്ങനെ തന്നെ. ബിസിനസ് തന്നെയാണ് പൊളിറ്റിക്സ്. നിങ്ങൾ പൊളിറ്റിക്സ് അല്ല, ബിസിനസ് അല്ല പൊളിറ്റിക്സ് ആണ് ഒരു കാര്യമില്ല. ബേസിക്കലി ബിസിനസ് ഈസ് പൊളിറ്റിക്സ്, പൊളിറ്റിക്സ് ഈസ് ബിസിനസ്. അതിൽ ക്യാപിറ്റൽ ഡിഫറൻ്റ് എന്നേ ഉള്ളൂ. ഒരേ സ്ട്രാറ്റജി തന്നെയാണ്. പിന്നെ ആളുകളെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഉൽപ്പന്നം വിൽക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് മുന്നിലുള്ളത് ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിലൊരു ബിസിനസ് വിജയം ഉണ്ടാകും. അവിടെ ഉണ്ടാവാൻ സാധ്യത. കാരണം ആ രീതിയിൽ ഉള്ളിൽ കൂടെയുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇത് ഈ പുറത്ത് കാണിച്ചിട്ടുണ്ടല്ലോ, അത് പലപ്പോഴും ഏഷ്യയില്ല. ഉള്ളിൽ കൂടെ പ്രവർത്തിക്കുന്നുണ്ടോ. സുരേഷ് ഗോപി അങ്ങനല്ലേ ഇത്. സുരേഷ് ഗോപി തൃശ്ശൂർ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളപ്പോൾ മനസ്സിലാക്കി അങ്ങനെ ഇത്രയും തൃശ്ശൂർ ആക്റ്റീവ് ആണെന്നുള്ളത്. അങ്ങനെ തൃശ്ശൂർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നരേന്ദ്രമോദി അങ്ങനെയല്ലായിരുന്നു. അങ്ങനെ എത്ര കാലം കയ്യിലും കുത്തി നടന്നാണ് ഗുജറാത്തിൽ. ആ കയ്യിലും കുത്തി നടന്ന സമയത്താണ് അങ്ങനെ പഞ്ചായത്തുകളിൽ പോവുകയും അവിടുത്തെ ലോക്കൽ ഇലക്ഷൻസ് ഒറ്റ ആളുകളെ പിടിച്ച് 2ാം സ്ഥാനത്ത് വന്ന ആളുകളെ പിടിച്ചിട്ട് BJP ചേർത്തത്. അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് കാണുന്നത്. രാജീവ് തന്നെ ചെയ്തു. സൈലൻ്റ് ആണ് പ്രവർത്തനം. പിന്നെ പണ്ടത്തെ പോലെ ജനങ്ങളുടെ ഫുൾ ടൈം പാർട്ടിക്കാരുടെ രാജീവിന് ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ പാർട്ടി സെറ്റപ്പും രാജീവും തമ്മിലുള്ള കണക്ടിവിറ്റിയുടെ പ്രശ്നമാണ്. അതിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനാണ് നാളെ ഒരു യാത്രയൊക്കെ നടത്തി. അതും പാർട്ടി പ്രവർത്തകരെ കാണാൻ വേണ്ടിയിട്ട്. അവരെ കൃത്യമായി ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. പിന്നെ വരാഹി എന്നിട്ട് വന്നൊരു പൊളിറ്റിക്കൽ അനലിസ്റ്റുകളുടെ ഒരു ടീമുണ്ട് ഇവിടെ. അവർ കൃത്യമായി പണിയെടുക്കുന്നത്. ഏറ്റവും ഫീഡ്ബാക്ക് രാജീവിന് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പണ്ടത്തെ പോലെ ഫുൾ ടൈം ഇങ്ങനെ ബസ്സിൽ ഇറങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ന്യൂ മീഡിയ ഒക്കെ വന്നതോടുകൂടി ഫീഡ്ബാക്ക് കിട്ടാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ആ രീതി കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വെറുതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി നാടകം കളിക്കണം. വെറുതെ ABP-കാരെ കൊണ്ട് KSRTC ബസ്സിന് കല്ലെറിഞ്ഞ് എന്നിട്ട് പിന്നെ അവൻ്റെ കേസ് PSC ജോലി ഇട്ടും കിട്ടാൻ വേണ്ടിയിട്ട് VD സതീശൻ്റെ മിണ്ടായിൻ്റെ കാലടിക്കാൻ നടക്കണം. അതില്ല, അത് നന്നായി. അല്ല, ആ രീതിയിൽ പോകുമ്പോൾ അപ്പോൾ സാറ് പറയുന്നത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മികച്ച വിജയം BJPക്ക് സ്വന്തമാക്കാൻ കഴിയും എന്നാണ് തോന്നുന്നത്. മികച്ച വിജയം എന്ന് വെച്ചാൽ അധികാരത്തിലെടുത്തും പ്രധാന പ്രതിപക്ഷ കക്ഷിയാവുമെന്ന് വിചാരിക്കേണ്ട. 5 or 10 സീറ്റ് പിടിക്കും. 5 or 10 എവിടെയാണ് ലഭിക്കേണ്ടത്? അതധികം സെൻട്രൽ ട്രാവൻകൂറിലാണ്. ട്രാവൻകൂർ മേഖല, തൃശ്ശൂരിനും തെക്കോട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ 0-ൽ നിന്ന് 6-ലേക്കായിരിക്കും. അത് 0-ൽ നിന്നാണ് നേട്ടം ഉണ്ടാക്കുക. എന്തായാലും അക്കൗണ്ട് നോക്കാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇവർ ആ രീതിയിൽ പണിയണം. ആ രീതിയിൽ പണിഞ്ഞാൽ പിന്നെ ഇവരൊന്നും BJP ഉണ്ടാവില്ല. പക്ഷേ രണ്ടും കൽപ്പിച്ചാണ് UDF ഒരു ഭാഗത്ത് ശക്തമായി. UDF വന്നോട്ടെ. UDF വന്നാലും BJP വളരില്ലേ. BJPക്ക് അവരുടേതായ ഒരു വോട്ട് പണ്ടേ ഇവിടെ ഉണ്ട്. പണ്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ഇവരെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം അത് മാറ്റിയിട്ടുണ്ട്. ഒരു മുഖ്യ ശത്രു LDF-നും പിന്നെ UDF-നും LDF-ആയി മാറിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ചില സ്ഥലങ്ങളിൽ BJP ജയിച്ചു തരാനുള്ള സാഹചര്യമുണ്ട്. അല്ല, അതാണ് ഇപ്പോൾ തൃശ്ശൂർ അങ്ങനെയല്ല. തൃശ്ശൂർ BJP ലോക്സഭയിൽ BJP ജയിക്കും നിങ്ങൾ ആരെയും വിചാരിച്ചത്? തിരുവനന്തപുരം ജയിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? തൃശ്ശൂർ നിങ്ങൾ വിചാരിച്ചിരുന്നു? അതാണ് ഇലക്ഷൻ മാനേജ്മെന്റ്. സാർ ഉദ്ദേശിച്ചത് ക്രോസ് വോട്ടിംഗ് സിസ്റ്റമാണ്. ഈ ക്രോസ് വോട്ടിലൂടെ പരാജയപ്പെടുത്തുക. അതിപ്പോ പണ്ടത്തെ പോലെ വർക്ക് ചെയ്യാൻ സാധ്യതയില്ല. ഇവർ രണ്ടുപേരും ഇപ്പം ബദ്ധ ശത്രുക്കളെ മാറ്റി LDF UDF സംവിധാനം. പണ്ട് ഉമ്മൻചാണ്ടി കൊടിയേരിയൊക്കെ തമ്മിൽ നെക്സസ് ഒരു ലൈസൺ ഉണ്ടായിരുന്നു. അപ്പം അതില്ല. സതീശനും പിണറായി തമ്മിൽ അങ്ങനെ ലൈസൺ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. രമേശ് ചെന്നിത്തല അങ്ങനെ ലൈസണ് പോകുന്ന ആളൊന്നല്ല. പാർട്ടി വേണമെന്നുള്ള ആളാണ്. അപ്പം പിണറായി ആണെങ്കിൽ പാർട്ടി വിട്ട് പിണറായിയോ പോയി തമാശ കളിക്കുകയില്ല. അപ്പം അതുകൊണ്ട് അതിനിടെ BJP അവരുടെ ശക്തി കളിക്കുന്നതിനാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ക്രിസ്ത്യാനികൾക്ക് ഇതിനോടുള്ള ഒരു അമർഷമൊക്കെ മാറിയിട്ടുണ്ട് BJP-നോട്. അതൊക്കെ BJP ഗുണം ചെയ്യാനാണ് സാധ്യത. അപ്പോൾ ഇതിൽ പോകുമ്പോൾ നിങ്ങൾ പത്രക്കാരുണ്ടാക്കുന്നതാണ്. അതിൽ കൂടുതലൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.